ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ അടുക്കളയിൽ ഞാൻ ചിലവഴിക്കുന്നത് എങ്ങനെയാണെന്ന്, ഒരു ദിവസം ഫുള്ളല്ല, രാവിലെ എണീറ്റാൽ ഞാൻ അടുക്കളയിൽ വന്ന് ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല അപ്പമൊക്കെ അരച്ച് ഇന്നലെ വെച്ച് നല്ല സോഫ്റ്റായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് തന്നെ നല്ല അപ്പമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അപ്പത്തിന് മാവ് റെഡിയാണ്. ഇനി അതിന് കറി വേണ്ടേ? അതിന് ഞാനിന്ന് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. മഷ്റൂം എന്ന് പറഞ്ഞത് മിൽക്കി മഷ്റൂമാണ് കേട്ടോ. നല്ല നീറ്റാണ്. എനിക്കിത് വാങ്ങാൻ ഇഷ്ടമാണ്. വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടല്ലോ, ഒട്ടും അഴുക്കുമില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് കുറച്ച് ഗ്രേവിയുള്ള മഷ്റൂം മസാല വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിയൽ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുളിശ്ശേരിക്ക് ചേനയാണ് ഇന്ന് കഷ്ണം. അപ്പോൾ ചേന അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മീനാണ്. മീൻ നമ്മുടെ കൊഴുവ, ഒഴുക എന്നൊക്കെ പറയുന്ന മീൻ അല്ലേ. പല ജില്ലയിലും പല പേരാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. എല്ലാവരും പറയും ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് എന്നൊക്കെ പറയും. ഓക്കെ, ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. പക്ഷെ നമ്മുടെ കേരളം 14 ജില്ലയുള്ളൂ, ചെറിയൊരു കൊച്ചു സംസ്ഥാനം. അതിൽ തന്നെ എത്ര വൈവിധ്യങ്ങളല്ലേ. ഈ ഒരു മീനിന് തന്നെ എന്തെല്ലാം പേരുകളാണ്. പിന്നെ ഭക്ഷണ രീതി വ്യത്യാസം, ആചാരങ്ങളിൽ വ്യത്യാസം, നമ്മുടെ സംസാര ഭാഷ വ്യത്യാസം, ഓരോന്നിനും പറയുന്നതെല്ലാം ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ കേരളവും വൈവിധ്യങ്ങളുടെ നാടല്ലേ. ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മീനിപ്പോൾ വറക്കുന്നില്ല. മീൻ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക. എൻ്റെ ഒരു ശീലം എന്ന് വെച്ചാൽ, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ജോലിയെല്ലാം കഴിയും. ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണവും എല്ലാം ഞാൻ സെർവ് ചെയ്ത് മേശപ്പുറത്ത് വെച്ചിട്ടാണ്, ഞാൻ ചോറ് ഉൾപ്പെടെ മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നാണ് ഊണ് കഴിക്കുന്നത്. അപ്പോൾ ചിലപ്പം മക്കളുണ്ടാവും കഴിക്കാൻ. അപ്പം ഞാനതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്. അപ്പോൾ എനിക്ക് ആ ഒരു ശീലമാണ്. ഇപ്പോഴും ഞാനതെല്ലാം ഉണ്ടാക്കി രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ. പിന്നെ ഇപ്പം മീൻ വറുക്കലൊക്കെ കുറച്ച് ഉച്ചക്കലത്തേക്ക് ആക്കിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് തന്നെ തുടങ്ങാം. അപ്പോൾ അത് ഒരടുപ്പത്ത് ഞാൻ നമ്മുടെ മഷ്റൂം മസാല തയ്യാറാക്കുകയാണ്. അതിൻ്റെ മഷ്റൂം മസാലയുടെ വിശദമായ വീഡിയോ അത് മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പം സവാളയൊക്കെ വഴറ്റി നമ്മുടെ പൊടികളൊക്കെ ഇട്ട് നല്ല ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇടാം. തക്കാളി ഇട്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഞാനതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. എന്നിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇട്ടിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു തിക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ അതങ്ങനെ നട്ട്സിട്ട് മാറ്റി വെച്ചു. ഇനി ആ ചീനിച്ചട്ടിയിലേക്ക് നമ്മുടെ മഷ്റൂം നല്ല കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂം ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണ്ട, ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കാം. അതിപ്പോൾ മഷ്റൂമിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് മഷ്റൂം അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഇനി നമ്മുടെ അപ്പം റെഡിയാക്കണമല്ലോ. അപ്പോൾ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ പൊങ്ങിയ മാവ് കണ്ടിട്ട് നല്ല അപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം നമുക്കത് അപ്പം ചുടാം. ഒന്ന് അപ്പച്ചട്ടിയിൽ അപ്പം ചുട്ടു, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ മഷ്റൂമിലേക്ക് പോകാം. അപ്പോൾ മഷ്റൂമിലേക്കുള്ള വെള്ളം ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ചേർക്കാം. അത് ചേർത്ത് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കുക. അതൊക്കെ തിളയ്ക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ അപ്പം എന്തായെന്ന് അറിയണ്ടേ. അപ്പം വീണ്ടും ഞാൻ അപ്പത്തിലേക്ക് പോയി. അപ്പോൾ അപ്പം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിനൊരു സമാധാനം. നല്ല സോഫ്റ്റായ അപ്പം കണ്ടിട്ട് തന്നെ മനസ്സിലാവണില്ലേ. അപ്പോൾ അത് നമുക്ക് അപ്പം വീണ്ടും ചുട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മഷ്റൂം മസാല ഒക്കെ ഒന്ന് കുറച്ച് വറവ് ഇടുകയാണ് കേട്ടോ. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറിൽ വഴറ്റിയിട്ട് അത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് ഇറക്കി വെച്ചിട്ട് ഞാൻ അടുപ്പിലേക്ക് അവിയലിനുള്ള കഷ്ണങ്ങൾ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കഷ്ണത്തിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ
പുരട്ടിയിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചു. ഇനി ഞാൻ അത് വേവണ സമയത്ത് ഞാൻ നമ്മുടെ മഷ്റൂം സെർവിങ് ബൗളിലേക്ക് മാറ്റി മേശപ്പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് സമയമായല്ലോ. അതവിടെ മേശപ്പുറത്തിരിക്കട്ടെ. അപ്പോൾ ഒരടുപ്പിൽ അവിയലുണ്ട്. ഇനി അടുത്ത അടുപ്പിൽ ഞാനിതാ ചേന, പുളിശ്ശേരിക്കുള്ള ചേന, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് ചേന അവിടെ ഇരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേന അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമ്മൾ അവിയലിലേക്കൊന്ന് നോക്കാം. അവിയലിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി വന്നു. ആ വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. വേവുള്ള കഷ്ണം എന്ന് പറയാൻ ചേനയും കായും അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് തൈര് ഒഴിക്കുകയാണ്. കുറച്ച് തൈര് ഒഴിച്ചിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. അപ്പോൾ തൈരും അതിൽ ചേർക്കാം. തൈര് ഒഴിച്ചിട്ട് തൈര് അടച്ച് വെച്ചു. അപ്പം ചേന അവിടെ അതിൻ്റെ ഇടയ്ക്ക് അപ്പം നോക്കണുണ്ട് കേട്ടോ. അപ്പം ചേനയുടെ കഷ്ണം വെള്ളം വറ്റിയിട്ടില്ല. അപ്പം ഞാൻ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്തു. അവിയലിലേക്ക് തേങ്ങ ചേർത്തു. ഇപ്പം അരപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ കുറച്ച് തേങ്ങ ചതയ്ക്കാതെ പച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചേന വെന്തു. ഞാനിപ്പോൾ ചേനയിലേക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് ചേർത്തു. അപ്പോൾ അരപ്പ് ചേർത്ത് അതവിടെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. അരപ്പൊന്ന് തിളച്ച് അതിലെ വെള്ളം വറ്റട്ടെ. ഇപ്പോൾ ഞാൻ വീണ്ടും അവിയലിലേക്ക് പോയി. അവിയൽ ഒക്കെ റെഡിയായി. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിയൽ അവിടെ ആ പാത്രത്തിൽ തന്നെ, ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുന്നില്ല, ആ പാത്രത്തിൽ തന്നെ അവിയൽ വെച്ചു. അപ്പോൾ ഒരു പാത്രഭാഗം ആകുക എന്ന് പറയില്ല, അങ്ങനെ തന്നെ വെച്ചു. ഇനി വീണ്ടും പുളിശ്ശേരിയിലേക്ക് വന്നപ്പോൾ പുളിശ്ശേരി കഷ്ണം വെന്തു, അരപ്പൊക്കെ തിളച്ചു. അതിൽ പുളിശ്ശേരി തൈര് ഉടച്ച് വെച്ചത് ചേർത്തു. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് അതിലേക്ക് അപ്പോഴത്തേക്ക് അപ്പം ചുട്ട് കഴിഞ്ഞിരുന്നേ. അപ്പോൾ അപ്പത്തിന് ആ പാത്രത്തിന് ഞാൻ നെയ്യ് ഒഴിച്ച് കടുക് വറുത്ത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, നമ്മുടെ പുളിശ്ശേരി റെഡിയായി, അവിയൽ റെഡിയായി. ഇനി മീൻ വറുക്കണം. അത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് മീൻ വറുക്കണം, പപ്പടവും കാച്ചണം. ഇത്രയും റെഡിയായി. ഇനിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം റെഡി. ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ മാത്രമാണ് ഇത് കഴിഞ്ഞിട്ട് കഴിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, നല്ല മഷ്റൂം മസാലയും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.